അതിനകത്ത് എപ്പഴും നമുക്ക് പറ്റുന്ന രീതിയില് തന്നെ നോക്കാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ ശരി, യുജി കോഴ്സുകൾക്ക് നല്ല ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. ശരി. പിന്നെ ഒരാള് പോയി അതിനനുസരിച്ച് അയാൾക്ക് ജോലി കിട്ടി. അതിന്റെ ഉം. ബേസിൽ എനിക്ക് ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, കാരണം അവിടെ നമ്മളുടെ സ്കില്ലിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. അവിടെ ഇപ്പം എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ വരുമ്പോ അവർക്ക് ഒരു മൂന്നാമത്തെ വർഷം, ഉം. 3 വർഷത്തെ കോഴ്സുകളാ അവിടെ വരുന്നേ. ഓക്കെ, നമുക്ക് 4 വർഷം എഞ്ചിനീയറിംഗ് വരുമ്പോ അവിടെ 3 വർഷം വർഷം. എഞ്ചിനീയറിംഗ് വരുന്നത്. ഓക്കെ. പക്ഷെ മൂന്നാമത്തെ വർഷം അവർക്ക് കംപ്ലീറ്റ്ലി ഇന്റേൺഷിപ്പ് ആണ്. അതായത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. ഓഹ്! അപ്പം അവർക്ക് കുറച്ചും കൂടി ഫ്രീഡം വരുവാണ്. ശരി, ശരി. അപ്പൊ ആ ഒരു രീതിയില് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അല്ലാതെ ഇപ്പൊ ഒരാള് പോയത് കൊണ്ട് ഇയാൾക്ക് പോയി അത് ചെയ്യാൻ പറ്റൂല. അതെ. അങ്ങനെ ആ ഒരു അവൻ ഇത്ര പ്രായത്തിൽ തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരിതില്, എന്നാ എനിക്കും പോയേക്കാം ഉം, എന്നുള്ള ഉം, ഇതില് ഉം. പോവാൻ പറ്റില്ല. ശരി, അതുപോലെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പഴും നമ്മള് എപ്പഴും ശ്രദ്ധിക്കണം. അതിന്റെ റാങ്കിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്യാൻ.